അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദൈവാസ്തിത്വത്തിനുള്ള 10 തെളിവുകൾ. അതിൽ രണ്ടാമത്തെ തെളിവ്, ദൈവാസ്തിത്വത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ തെളിവ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടർന്ന് കുറച്ച് സൂക്തങ്ങൾക്ക് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു: ഈ തെളിവായിരുന്നു നാം ഇബ്രാഹീമിന് അദ്ദേഹത്തിൻ്റെ ജനതയ്ക്കെതിരെ നൽകിയത്. നാം ഇച്ഛിക്കുന്നവരെ പദവികളിൽ ഉയർത്തുന്നു. തീർച്ചയായും നിന്റെ നാഥൻ വളരെ യുക്തിജ്ഞനും ശാശ്വതമായി അറിയുന്നവനുമാകുന്നു. അദ്ദേഹത്തിനു നാം ഇസ്ഹാക്കിനെയും യൗക്കൂബിനെയും പ്രദാനം ചെയ്തു. എല്ലാവർക്കും നാം സന്മാർഗം നൽകി. ഇതിനു മുമ്പേ നൂഹിനും നാം സന്മാർഗം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ നിന്ന് ദാവൂദിനും സുലൈമാനും അയ്യൂബിനും യൂസുഫിനും മൂസാക്കും ഹാറൂനും. ഇങ്ങനെ തന്നെയാണ് നാം നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നത്. സക്കരിയ, യഹിയ, ഈസ, ഇല്യാസ് എന്നിവർക്കും സന്മാർഗം നൽകി. ഇവരെല്ലാവരും സുഹൃതവാന്മാരിൽപ്പെട്ടവരായിരുന്നു. ഇസ്മായിലിനും അൽ യസഹിനും യൂനുസിനും ലൂത്തിനും ഇവർക്കെല്ലാവർക്കും അവരവരുടെ കാലത്തുള്ള ജനങ്ങൾക്കുമേൽ ശ്രേഷ്ഠത നൽകുകയും ചെയ്തു. തുടർന്ന് പറയുന്നു, അവർക്കാണ് അള്ളാഹു സന്മാർഗം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ സന്മാർഗത്തെ പിൻപറ്റുക. ഈ സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു, ഇത്രയധികം നല്ലവരും പരിശുദ്ധരുമായ ആളുകൾ സാക്ഷ്യം നൽകുന്ന കാര്യമാണോ അംഗീകരിക്കേണ്ടത്? അതല്ല അറിവില്ലാത്തവർ പറയുന്ന കാര്യങ്ങളാണോ? ഇവർക്ക് ജീവിത വിശുദ്ധിയിൽ അവരെ അതിജയിക്കാൻ സാധ്യമല്ല. വാസ്തവമെന്തെന്നാൽ തങ്ങളുടെ നടപ്പിലും കർമ്മത്തിലും ലോകത്ത് തങ്ങളുടെ നന്മയും പരിശുദ്ധിയും തിന്മകളിൽ നിന്ന് മോചനവും വ്യാജത്തിൽ നിന്ന് വിടുതലും തെളിയിച്ചവരുടെ വാക്കുകൾക്ക് മാത്രമേ പ്രസക്തി നൽകപ്പെടുകയുള്ളൂ. ആയതിനാൽ എല്ലാവരും ഇവരെ പിൻപറ്റേണ്ടതാണ്. അവർക്കെതിരിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിഷേധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ നേരത്തെ നന്മയും സൽസ്വഭാവവും പരത്തിക്കൊണ്ട് കഴിഞ്ഞു പോയവർ, അവർ തങ്ങളുടെ കർമ്മങ്ങൾ മുഖേന ലോകത്ത് തങ്ങളുടെ വിശ്വസ്തതയുടെ പേരിൽ അംഗീകാരം നേടിയവരായിരുന്നു. അവരെല്ലാവരും വിവിധ ഭാഷകളിൽ അള്ളാഹു, ഗോഡ്, പരമേശ്വരൻ എന്നറിയപ്പെടുന്ന അസ്തിത്വത്തെ സാക്ഷ്യപ്പെടുത്തിയവരാകുന്നു. ഇന്ത്യയിൽ പുണ്യവാന്മാരായ ശ്രീരാമൻ അലൈഹിസ്സലാത്തു വസ്സലാം, ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാത്തു വസ്സലാം, ഇറാനിലെ വിശുദ്ധനായ സൗരാഷ്ട്ര അലൈഹിസ്സലാത്തു വസ്സലാം, മിസ്രിലെ വരിഷ്ഠനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, നസറൗത്തിലെ പുണ്യാളൻ മിശിഹ അലൈഹിസ്സലാത്തു വസ്സലാം, പഞ്ചാബിലെ പരിശുദ്ധൻ ഗുരു നാനാക്ക്, പിന്നെ ഈ വിശുദ്ധന്മാരുടെ എല്ലാം നേതാവ് അറേബ്യയുടെ പ്രകാശം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിൻ്റെ സമുദായം ചെറുപ്രായത്തിൽ തന്നെ സത്യസന്ധൻ എന്ന പേര് നൽകി അദ്ദേഹം പറയുന്നു, ഫഖദ് ലബിസ്തു ഫീക്കും ഹുമുറൻ. പരിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ സൂറത്തിലെ 16-ാമത്തെ ആയത്താണിത്. ഞാൻ നിങ്ങളിൽ എൻ്റെ ഒരു ആയുസ് കഴിച്ചുകൂട്ടി. നിങ്ങൾക്ക് എൻ്റെ വല്ല കള്ളവും സ്ഥാപിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് ആക്ഷേപമുന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇവരെ കൂടാതെ ആയിരക്കണക്കിന് പരിശുദ്ധന്മാർ സമയാസമയങ്ങളിൽ ലോകത്ത് വന്നു. എല്ലാവരും ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്നു, ഒരു ദൈവമുണ്ട്. ഇത്രമാത്രമല്ല, അവർ പറയുന്നു, ഞങ്ങൾ അവനെ കാണുകയും അവനോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൗതിക ലോകത്ത് പ്രവർത്തിച്ചിട്ടുള്ള വലിയ വലിയ തത്വജ്ഞാനികൾക്ക് ഇവരിലെ ഒരാൾ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ 1000-ൽ 1 അംശം പോലും സമർപ്പിക്കാൻ സാധ്യമല്ല. ഇവരുടെയും തത്വജ്ഞാനികളുടെയും ജീവിതം താരതമ്യം ചെയ്താൽ തത്വജ്ഞാനികളുടെ ജീവിതത്തിൽ വാക്കുകളെ അപേക്ഷിച്ച് കർമ്മങ്ങൾ വിരളമായേ കാണപ്പെടുകയുള്ളൂ. അവർ കാണിച്ച സത്യസന്ധതയും പരിശുദ്ധിയും തത്വജ്ഞാനികൾ എങ്ങനെ കാണിക്കാനാണ്? ഇവർ ജനങ്ങൾക്ക് സത്യസന്ധതയുടെ പാഠങ്ങൾ നൽകുന്നു, പക്ഷേ സ്വയം കളവിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. എന്നാൽ ഞാൻ മേൽ പ്രസ്താവിച്ച ആളുകൾ കേവലം സത്യസന്ധതയ്ക്കു വേണ്ടി ആയിരക്കണക്കിന് പ്രയാസങ്ങൾ സഹിച്ചു. എന്നാൽ ഒരിക്കലും അവരുടെ ചുവടുകൾ തൽസ്ഥാനത്തു നിന്ന് ഇളകിയില്ല. അവരെ വധിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യപ്പെട്ടു. അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അവരെ വഴികളിലും ചന്തകളിലും വെച്ച് നിന്ദ്യരാക്കാൻ ശ്രമിച്ചു. ലോകം മുഴുവൻ അവരോടുള്ള ബന്ധം വിച്ഛേദിച്ചു. പക്ഷേ അവർ തങ്ങളുടെ കാര്യം ഉപേക്ഷിച്ചില്ല. ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ട് തങ്ങളെ രക്ഷിച്ചില്ല. അവരുടെ കർമ്മവും അവരുടെ ഭൗതികതയോടുള്ള വിരക്തിയും
പ്രകടനാത്മകതയിൽ നിന്നുമുള്ള വിട്ടുനിൽക്കലും അവർ നിസ്വാർത്ഥരായിരുന്നുവെന്നും സ്വേച്ഛയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ലെന്നും തെളിയിക്കുകയുണ്ടായി. അത്തരം ആളുകൾ ഏകസ്വരത്തിൽ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും അവൻ്റെ ശബ്ദം കേൾക്കുകയും അവൻ്റെ തേജോവിലാസം കാണുകയും ചെയ്തിരിക്കുന്നു. അവരുടെ വാക്കുകളെ നിഷേധിക്കാൻ ആരുടെയെങ്കിലും പക്കൽ വല്ല കാരണവുമുണ്ടോ? ദിവസവും കളവ് പറയുന്നവരായി അറിയപ്പെടുന്നവർ ഒന്നിച്ചുകൂടി സാക്ഷ്യം നൽകിയാൽ അത് അംഗീകരിക്കേണ്ടി വരുന്നു. നമുക്ക് തീരെ അറിവില്ലാത്ത ആളുകൾ പത്രങ്ങളിൽ തങ്ങളുടെ ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ നാം അത് അംഗീകരിക്കുന്നു. പക്ഷേ അംഗീകരിക്കാൻ കഴിയാത്തത് സത്യസന്ധന്മാരായ ആളുകളുടെ വാക്കുകളാണ്. ലണ്ടൻ ഒരു പട്ടണമാണെന്ന് ലോകം പറയുന്നു, നാം അത് അംഗീകരിക്കുന്നു. അമേരിക്ക ഒരു ഭൂഖണ്ഡമാണെന്ന് ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നാം അത് സ്ഥിരീകരിക്കുന്നു. സൈബീരിയ ഒരു വിശാലമായ ജനവാസമില്ലാത്ത സ്ഥലമാണെന്ന് സഞ്ചാരികൾ പറയുന്നു, നാം അത് നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം നിരവധി ആളുകൾ അതിന് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ സാക്ഷ്യം പറഞ്ഞവർ വ്യാജന്മാരാണോ അതല്ല സത്യസന്ധന്മാരാണോ എന്ന് അവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിവില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ദൃക്സാക്ഷ്യം നൽകിയവരുടെ സത്യസന്ധത പകൽ വെളിച്ചം പോലെ വ്യക്തവും അവർ തങ്ങളുടെ സമ്പത്തും ജീവനും നാടും അന്തസ്സും എല്ലാം ത്യജിച്ചുകൊണ്ട് ലോകത്ത് സത്യം സ്ഥാപിച്ചവരാണ്. എന്നിരിക്കെ സഞ്ചാരികളുടെയും ഭൂമിശാസ്ത്രജ്ഞന്മാരുടെയും വാക്കുകൾ അംഗീകരിക്കുകയും ഈ സത്യവാന്മാരുടെ വാക്കുകൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം സത്യാധിഷ്ഠിതമാണ്. ലണ്ടൻ നഗരത്തിൻ്റെ അസ്തിത്വം ഏതാനും ആളുകളുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് സ്ഥാപിതമാകാമെങ്കിൽ ആയിരക്കണക്കിന് സത്യസന്ധന്മാരുടെ സാക്ഷ്യം മുഖേന ദൈവത്തിൻ്റെ അസ്തിത്വം എന്തുകൊണ്ട് സ്ഥാപിക്കപ്പെടുകയില്ല? ചുരുക്കത്തിൽ ആയിരക്കണക്കിന് സത്യസന്ധന്മാരുടെ സാക്ഷ്യം, അതായത് ദൃക്സാക്ഷ്യം, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു നിലക്കും തിരസ്കൃതമല്ല. ഈ വഴിയിൽ സഞ്ചരിച്ചവരെല്ലാം ഐക്യകണ്ഠേന ദൈവമുണ്ടെന്ന് പറയുന്നുവെന്നത് ആശ്ചര്യകരം തന്നെ. എന്നാൽ ആത്മീയ വഴികളെക്കുറിച്ച് ഒട്ടും ബോധമില്ലാത്തവർ ദൈവമുണ്ടെന്ന ഇവരുടെ വാദം അംഗീകരിക്കരുതെന്ന് പറയുന്നു. വാസ്തവത്തിൽ സാക്ഷ്യത്തിൻ്റെ തത്വമനുസരിച്ച് തുല്യരായ രണ്ട് സത്യസന്ധന്മാരെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരാൾ താൻ ഇന്ന സാധനം കണ്ടുവെന്ന് പറയുകയും രണ്ടാമത്തെയാൾ താൻ കണ്ടിട്ടില്ലെന്ന് പറയുകയും ചെയ്താൽ ആദ്യത്തെ ആൾ പറയുന്നതിന് രണ്ടാമത്തെ ആൾ പറയുന്നതിന് മേൽ മുൻഗണന നൽകേണ്ടതാണ്. കാരണം ഒരാളുടെ ദൃഷ്ടി അത് കണ്ടിട്ടില്ലായിരിക്കാം, എന്നാൽ കാണാതിരുന്നിട്ട് കൂടി താൻ കണ്ടു എന്ന് ധരിക്കാനിടയില്ല. ചുരുക്കത്തിൽ ദൈവത്തെ കണ്ടവരുടെ സാക്ഷ്യം അതിനെ നിഷേധിക്കുന്നവർക്ക് മേൽ ഏതായാലും ന്യായപൂർത്തിയാകുന്നു.